ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്പുമായിട്ടാണ്. നമുക്ക് അടുക്കളയിലെ വീട്ടമ്മമാർക്ക് ഒരുപാട് സഹായമായിട്ടുള്ള നമ്മുടെ മിക്സി എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു ടിപ്പുമായിട്ടാണ്. അപ്പം മിക്സിയുടെ ജാറൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നമുക്കൊരു മാജിക്കൽ ലിക്വിഡ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഈ ബേക്കിംഗ് സോഡയുടെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അത് നമ്മൾ കറികളിലൊക്കെ ചേർക്കുന്ന വിനാഗിരി തന്നെയാണ്. അത് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ഇങ്ങനെ പതഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ്. ഞാനിവിടെ കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കാൻ കൂടുതലൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ദാ ഇത്ര എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ മിക്സിയും ജാറും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ്. അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ഞാൻ സാധാരണ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ 2-3 ദിവസമായിട്ട് മിക്സി ക്ലീൻ ചെയ്യാതിരിക്കുകയാണ്. കാരണം നമുക്ക് ഇതുപോലൊരു വീഡിയോ എടുക്കണമായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട്, ഒരു ടൂത്ത് ബ്രഷും കൂടെ വേണം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്കിതുപോലെ വളരെ പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ മിക്സിയുടെ ഈ വിടവിലൊക്കെയുള്ള ചെടിയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോരുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ഈ വിടവിലൊക്കെ നമുക്കിതുപോലെ ഈ ബ്രഷ് വെച്ച് തന്നെ ക്ലീൻ ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. നല്ല മിക്സി പുതിയതുപോലായി കിട്ടും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വിനാഗിരി, ബേക്കിംഗ് സോഡ, ടൂത്ത് പേസ്റ്റ്, ഇത് 3 വെച്ച് നമുക്ക് നമ്മുടെ സെറാമിക് കപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ അവിടുത്തെ ടാപ്പുകൾ, വാഷ് ബേസിന്, ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ ഈ ബട്ടൻ്റെ ഭാഗം, പിന്നെ നമുക്കത് ഈ താഴെവശം, ഇതെല്ലാം ഈ ബ്രഷ് വെച്ച് ഇതുപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി. പെട്ടെന്ന് ക്ലീനായി കിട്ടും. പിന്നെ നമ്മൾ ഏറ്റവും താഴെവശം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പാടില്ല. അവിടെ ആ കോയിലൊക്കെ ഇരിക്കുന്ന കാരണം. പിന്നെ ഈ വയറിൻ്റെ ഭാഗം ഇവിടെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ഇങ്ങനെ തന്നെ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ താഴ്വശം ഞാൻ പറഞ്ഞില്ല, അവിടെ നമുക്ക് ബ്രഷ് വെച്ച് ഇതുപോലെ ഈ ലിക്വിഡ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ഫൈബറിൻ്റെ ക്ലോത്താണ്. ഫൈബറിൻ്റെ തന്നെ വേണമെന്നില്ല, നല്ലൊരു ഉണങ്ങിയ കോട്ടൻ്റെ ക്ലോത്ത് ആയാലും മതി. ഇനി നമുക്കിത് വെച്ച് ഇതങ്ങ് തുടച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ മിക്സി നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെറും 5 മിനിറ്റ് എടുത്തുള്ളൂ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സി ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരും ദയവായിട്ട് നമ്മുടെ ഈ മിക്സിയുടെ പ്ലഗ് ഒരിക്കലും കുത്തിയിട്ടുകൊണ്ട് ഈ ഒരു ക്ലീനിങ് പരിപാടി ചെയ്യരുത്. കാരണം ഷോക്ക് അടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ പ്ലഗ് ഊരിയിട്ട് നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് നല്ല പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ വയറിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. അത് നന്നായിട്ട് ഇതുപോലെ ഈ ലിക്വിഡ് ഒന്നും ചേർക്കാതെ നമുക്ക് വെറുതെ ഈ തുണി കൊണ്ട് തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ മതി. ഇതിൻ്റെ ഈ വയറെന്ന് പറയുന്നത് ഇച്ചിരി സ്മൂത്ത് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആയി കിട്ടുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മിക്സി നമ്മൾ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഞാൻ ജാറും കൂടി ഒരെണ്ണം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ജാറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടപ്പും വാഷറും. അപ്പം അത്യാവശ്യം മഞ്ഞക്കറ പോലെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വാഷർ ഇതുപോലെ ഈ ലിക്വിഡിലൊന്ന് മുക്കിയിട്ട് നമുക്കിതൊന്ന് ബ്രഷ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതിൻ്റെ അടപ്പ്, അത് അത്യാവശ്യം നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് 1-2 മിനിറ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ടൊന്ന് ഈ ലിക്വിഡ് തേച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ജാറും കൂടി ഒന്ന് ക്ലീൻ ചെയ്തേക്കാം. അപ്പോൾ ജാറിൽ നമുക്ക് ഇതുപോലെ തന്നെ ലിക്വിഡ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജാറിൻ്റെ ആ താഴെ ഭാഗമൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രഷ് മാത്രം മതി, വേറെ ഒരു ടൂൾസും നമുക്കിതിന് ആവശ്യമില്ല. കണ്ടില്ല, അവൻ്റെ സ്ക്രൂവിൻ്റെ അവിടം, അതുപോലെ തന്നെ കൈ പിടിക്കുന്നിടം, പിന്നെ അകത്തെ ആ ബ്ലേഡിൻ്റെ ഭാഗം ഫുള്ള് നമുക്കിതുപോലെ തന്നെ ഈ ലിക്വിഡ് തേച്ചങ്ങ് ഒരു 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം.
അപ്പോൾ അത് ഇത്രയും മതി. ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാനിത് പുറത്തിരുന്നാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഞാൻ പുറത്തെ ടാപ്പിലാണ് നിന്നുകൊണ്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടുപ്പൊക്കെ നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. കണ്ടോ, ജാറൊക്കെ നല്ല അടിപൊളിയായിട്ട് പളപളാന്ന് തിളങ്ങുന്നു. അപ്പോൾ അതാ ആ ക്ലോത്ത് കൊണ്ട് തന്നെ ഞാൻ ഇതും കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈ ഒരു അടിപൊളി ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ മിക്സിയൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് എപ്പോഴും ഇരിക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ലിക്വിഡാണ് ഇപ്പോൾ ഞാനിവിടെ തയ്യാറാക്കി കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.